എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ മകീരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് ജനുവരി 2025 ഈ മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മകീരം നക്ഷത്രക്കാർക്ക് Five of Cups, Two of Swords energy, Eight of Cups energy, okay, Knight of Cups, Devil moment, okay, Knight of Pentacles energy. മകരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഫൈവ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ പൊതുവെ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയാം. ഇത്തിരി ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ കൂടുതലുള്ള സമയമായിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വൃത്തിയായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മഹാദേവൻ ശിവനെ ആരാധിക്കുക. ഓം നമഃ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ 108 തവണ ജപിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റ സംഖ്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജപിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന 3 തവണ എങ്കിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയായതിനു ശേഷം, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് നല്ലതായിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആകാംക്ഷ നമ്മൾ പറയുന്നത്, ആകാംക്ഷ നല്ലതാണ്, പക്ഷെ അത് ഓവറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം നെഗറ്റീവ് ഫീൽ തരുന്ന ഒരു ആകാംക്ഷ, ഒരു ആങ്സൈറ്റി പോലെ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആവലാതി, മുന്നോട്ടേക്ക് പോകുന്ന കാലത്തെക്കുറിച്ചിട്ടുള്ള ആകാംക്ഷ, ഇതൊക്കെ നിങ്ങളെ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു മാസത്തിൻ്റെ തുടക്കം, ഈ ഒരു മാസത്തിലാണ്, പ്രത്യേകിച്ച് മാസത്തിൻ്റെ തുടക്കത്തിലാണ്. അത് പയ്യെ മാറിക്കോളും. പക്ഷെ നിങ്ങളത് അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് കൂടുതലായിട്ട് വലിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കഴിഞ്ഞുപോയ കാലമാണ്. പുതിയതായിട്ട് ഇനി ഒത്തിരി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട്, ചെയ്യാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞതിനെ മറക്കുക എന്നുള്ളത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. വളരെയധികം ജീവിതത്തിൽ ചില ആളുകൾ സങ്കടകരമായിട്ടുള്ള ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ സംഭവിച്ചതാവാം ഇത് സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ട്. ഇനിയും നല്ലൊരു ബന്ധം, നിങ്ങൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു ബന്ധം ഇനി ഉണ്ടാവില്ല, ഇതൊക്കെ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അതൊന്നുമല്ല, നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, സോൾമേറ്റ് കണക്ഷൻ, നല്ല ഫ്രണ്ട്ഷിപ്പ്, അതേപോലെ നല്ലൊരു പ്രണയം, പുതിയൊരു ജീവിതം, ഇനിയും ജീവിതം മുന്നോട്ടേക്കും ഉണ്ട്. പുതിയ നല്ല നല്ല കണക്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് സൗഹൃദമായാലും പ്രണയമായാലും ഒക്കെ. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാതിരിക്കാം. അതായത് നമ്മൾ പലരും യഥാർത്ഥ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തരത്തിലുള്ള വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ആയിരിക്കും പലരും ഫെയറി ടെയിൽ സിൻഡ്രല്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, സ്നോ വൈറ്റ് ആ ഒരു രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്ക് പോകാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ ബന്ധമുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുക. ട്രൂ ലവ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചില ആളുകൾ യഥാർത്ഥ പ്രണയം അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് ഇതൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, അതുപോലെയുള്ളൊരു പ്രണയം ഇപ്പോഴും ഉണ്ട്. അതിന് നിങ്ങളുടെ ജീവിതത്തിലേക്കും ആ പ്രണയം കടന്നു വരുന്നുണ്ട്. നല്ല നല്ല ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഇതുവരെ ലഭിച്ചില്ല എന്ന് വിചാരിച്ച് ഇനി അങ്ങനെ ലഭിക്കില്ല എന്നുള്ളതല്ല. നല്ല നല്ല ബന്ധങ്ങളും പ്രണയങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ മാസം മുന്നോട്ടേക്ക് പോകുമ്പോൾ മാറിക്കോളും. പുതിയ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ലഭിക്കുന്ന, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന സൗഹൃദങ്ങൾ പിന്നീട് പ്രണയവും വിവാഹവും ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുള്ളൊരു സാഹചര്യം ആണ് എന്നുള്ളത് കൂടി ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധത്തിൽ കല്ലുകടികളോ അല്ലെങ്കിൽ വിവാഹബന്ധം അതായത് സ്ഥിരം ഒരേ കാര്യങ്ങളൊക്കെ തന്നെ എന്നുള്ളൊരു ഫീലുള്ളവർ വിവാഹബന്ധത്തിൽ കുറച്ചും കൂടി ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രണയം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുതുമയുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ആ ഒരു സാഹചര്യം ഇപ്പോൾ പ്രായമായിട്ടുള്ള വിവാഹിതരായിട്ട് പ്രായമായിട്ട് മക്കളൊക്കെ ജോലിയും അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുമ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിവാഹ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ 2 ഓഫ് സോട്സ് ആൻഡ് ഡെവിൾ എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ തീരുമാനത്തിലേക്ക്, അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളായിട്ട് വിദേശത്തേക്ക് പോകുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോയി സെറ്റിലാവുന്ന കാര്യം നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരോ മറ്റെന്തെങ്കിലും സാഹചര്യം വെച്ചിട്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറി പാർക്ക് എമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ആവാം. അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവസരങ്ങൾ വന്നാൽ കൂടിയും അത് വേണോ, ശരിയാണോ, എങ്ങനെയാണോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പക്ഷേ ഈ ഒരു മാസത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ ഒരു ജനുവരി പകുതി ആയതിനു ശേഷമാണ് കാണുന്നത്. അപ്പോൾ ആ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ മിക്കവാറും അടുത്ത മാസത്തിലേക്ക് ആയിരിക്കും വയ്ക്കുന്നത്. അത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ 2 ഓഫ് സോട്സ് എനർജി ഇതിവിടെ കാണിക്കുന്നത് ആ ഒരു തീരുമാനം നിങ്ങൾക്ക് തൽക്കാലം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വലിയ ധൃതി പിടിച്ച് ആ ഒരു തീരുമാനം എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾ നല്ല രീതിയിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. ഈ ഒരു ഒറ്റ അവസരം മാത്രമല്ല, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും നീട്ടിവെക്കാൻ പറ്റാത്ത കാര്യമാണ്, പെട്ടെന്ന് തീരുമാനിച്ചേ പറ്റൂ എന്നൊക്കെ വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി വിടുക. കാരണം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ധൃതി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ധൃതിയുടെ പുറത്ത് എപ്പോഴും നമ്മൾ കുഴിയിൽ ചാടാൻ ശ്രമിക്കാതിരിക്കുക. ധൃതി ആയതുകൊണ്ട് മാത്രം ഓക്കെ ശരി എന്ന് പറയാതിരിക്കുക. കാരണം സമയമെടുക്കണം, ഇനിയും അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ള. ഡബിൾ മൊമെൻ്റ് ആണ്. അപ്പോൾ ചില ആളുകൾ നിങ്ങളെ, അതാണ് നേരത്തെ പറഞ്ഞ, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയോ കാര്യങ്ങളോ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് പോകും, അല്ലെങ്കിൽ വീട് വിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നത്, വീടോ സ്ഥലമോ വാങ്ങിക്കുന്നത്, എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ കാറോ മറ്റ് സെക്കൻഡ് ഹാൻഡ് എന്തെങ്കിലും വാങ്ങിക്കുന്നത്, കാറോ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇത് പോകും, അതുകൊണ്ട് പെട്ടെന്ന് പറയണം എന്ന എവിടെയെങ്കിലുമൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, അതൊരു ഡബിൾ എനർജിയാണ്. അതായത് പെട്ടെന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അല്ല എടുക്കുന്നത്. പൂർണ്ണ മനസ്സോടെ എടുക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ സംശയമുണ്ട്, പക്ഷേ ഇത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ, ഇതിലും നല്ലത് ഇനി വരില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഇനിയും നല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ജീവിതത്തിൽ ഇനിയും പുതിയ അവസരങ്ങൾ, മില്യൺ പോസിബിലിറ്റീസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. അതുകൊണ്ട് ധൃതി പിടിച്ച് തീരുമാനം എടുക്കാതിരിക്കുക, ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഒത്തിരി ഉപദേശങ്ങളാണ് പറയാനുള്ളത്. കാര്യം പറയുകയാണെങ്കിൽ 8 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. 8 ഓഫ് കപ്സ് എനർജി പറയുന്നത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിർബന്ധിച്ച് അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളാവാം. എനിക്കിത് പറ്റില്ല, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നിയാൽ അത് വേണ്ടെന്ന് വെക്കുന്നത് തെറ്റോ അല്ലെങ്കിൽ തോൽവിയോ അല്ല, അത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോകും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവരല്ല നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്, അത് നിങ്ങളാണ്. നിങ്ങളൊരു തീരുമാനം എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക. വേണ്ടെന്ന് വയ്ക്കലുകൾ ഈ ഒരു മാസത്തിലാണ്. വേണ്ടെന്ന് വയ്ക്കലുകൾ എന്ന് പറയുന്നത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ വേണ്ടെന്ന് വയ്ക്കുന്നത് ഈ ഒരു മാസം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടെന്ന് പല കാര്യങ്ങളും വയ്ക്കുമ്പോൾ അത് ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. അതിനർത്ഥം നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് പോവുകയാണ്. പഴയ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കളഞ്ഞിട്ട് ജീവിതത്തിലേക്ക് പോവുകയാണ്. അതേപോലെ നിങ്ങൾക്ക് സ്ട്രോങ് മെസ്സേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത പല കാര്യങ്ങളും കൂടെ കൊണ്ടു നടക്കുന്നത് ഈ വർഷം നിങ്ങൾ ഒഴിവാക്കുകയാണ്. ജനുവരിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു പുതിയ തുടക്കത്തിലേക്കായിരിക്കണം. ഈ ഒരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾ എടുത്തേ പറ്റൂ. വിട്ടുകളയുക. നമ്മൾ പറയുമല്ലോ, എല്ലാത്തിനും ഒരു കാലയളവുണ്ട്. അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അത്
പറിച്ച് കളയേണ്ടുന്ന സമയമായി, അത് മനസ്സിലാക്കുക. നിങ്ങളൊരു പുതിയൊരു ജീവിതത്തിലേക്കാണ് പോകുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സമൃദ്ധമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു മാസം കരിയർ വൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ കാര്യങ്ങൾ, ശമ്പള വർധന ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ട്രാൻസ്ഫർ ലഭിക്കുന്നുണ്ട്. പുതിയ ജോലിയിലേക്ക് കയറാനുള്ള അവസരങ്ങളൊക്കെ ഈ ഒരു മാസം ലഭ്യമാകുന്നുണ്ട് വരും മാസങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ജോലി നിർത്തുകയാണ്, പുതിയ ജോലിയിലേക്ക് പോകുന്നതാവാം. പല കാര്യങ്ങളും ജീവിതത്തിൽ വിട്ടിട്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നതാവാം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പഴയത് പലതും കളഞ്ഞിട്ട് പുതിയതിലേക്ക് പോകുന്നു ഒരു കാര്യമാണ് ചുരുക്കം ജനുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിപ്പോൾ വീട്ടമ്മമാരായാലും പ്രായമായിട്ടുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് എങ്കിലും ഈ കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.